ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓഡിയോയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഓഡിയോ കാര്യങ്ങളൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഗ്രീൻ ആരോ P10 എന്ന് പറയുന്ന ഒരു വയർലെസ് മൈക്രോഫോൺ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആയിരിക്കും ഇതിനകത്തുണ്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇതാണ് മുമ്പ് പറഞ്ഞ താരം ഗ്രീൻ ആരോ P10 എന്ന് പറയുന്ന മൈക്രോഫോണിൻ്റെ കേസാണിത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേന് 2 മൈക്രോഫോൺ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി റിസീവറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേനും ഒരു ബെറ്റർ ക്വാളിറ്റി തന്നെയാണ് ചാർജിങ് കേസിൽ കൊടുത്തിരിക്കുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിങ് സോക്കറ്റാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 40 മണിക്കൂറോളം ബാറ്ററി ബാക്കപ്പാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത് എടുത്തു കഴിയുമ്പോൾ തന്നെ നല്ല ഒരു ഫിനിഷിങ്ങും അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. മാത്രമല്ല ഇതിനകത്ത് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. മാത്രമല്ല അതിൻ്റെ പ്രത്യേക ഒരു കാര്യം വെച്ചാൽ ഇതിന് മാഗ്നറ്റിക് ആയിട്ടുള്ള ക്ലിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് മാഗ്നറ്റിക് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ക്ലിപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ടും പറ്റും. അത് വലിയൊരു കാര്യമാണ്. ഓവറോൾ ഒരു മികച്ച ഒരു ലുക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത് കേട്ടോ. മൈക്രോഫോൺ ഉപയോഗിച്ച് നമ്മൾ ഇതിനകത്ത് വെച്ച് കഴിയുമ്പോഴത്തേന് കൃത്യമായിട്ട് ചാർജ് കയറണം ഇതിനകത്ത് നമ്മൾ കാണിക്കും. മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഒരു ഫോണിൽ നമുക്ക് ചാർജ് തീരെയാണെന്നുണ്ടെങ്കിൽ പവർ ബാങ്ക് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൂടെ വരുന്നത് ഒരു ടൈപ്പ് സി ചാർജിങ് കേബിൾ വരുന്നുണ്ട്. അതോടൊപ്പം ഒരു വാറണ്ടി കാർഡും ഇതിനകത്ത് വരുന്നുണ്ട്. 1 ഇയർ വാറണ്ടിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ യൂസർ മാനുവൽ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ ബോക്സിലാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 200 രൂപ വ്യത്യാസത്തിൽ നമുക്ക് ഇതിൽ ക്യാമറയിൽ കണക്ട് ചെയ്യുന്ന റിസീവർ അടക്കം കിട്ടും. ഇതിനകത്ത് 3 ലെവൽ നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ നോർമൽ മോഡിലാണ്. ചുറ്റുപാടും നല്ല നോയ്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നോയ്സ് കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതിൻ്റെ ഈ താഴെ കാണുന്ന ഈ ബട്ടണിൽ നമ്മൾ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവൽ നോയ്സ് ക്യാൻസലേഷൻ ഓണാവും. അതായത് ഇപ്പോൾ കേൾക്കുന്ന ഓഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെവൽ നോയ്സ് ക്യാൻസലേഷൻ ആണ്. അതിലുള്ള ഓഡിയോ ആണ് ഇപ്പോൾ നിലവിൽ കേൾക്കുന്നത്. എത്രത്തോളം ചുറ്റുപാടുള്ള നോയ്സ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ട് നോക്കുക, എന്നിട്ട് വിലയിരുത്തുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു തവണ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 തവണ ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ സെക്കൻഡ് ലെവൽ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ചുറ്റുപാടുമുള്ള സൗണ്ടുകൾ എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട്, എത്രത്തോളം നോയ്സ് നല്ല നോയ്സ് ഉണ്ട്, ചുറ്റുപാട് നല്ല നോയ്സ് ഉണ്ട്, ചീവിടിൻ്റെ ശബ്ദം, ഇതുപോലെ കാക്കകരേൻ്റെ ശബ്ദമുണ്ട്, ഒരുപാട് നല്ല രീതിയിൽ നോയ്സ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം അത് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഒരു തവണ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം, അതായത് 3 ലെവൽ നോയ്സ് റിഡക്ഷനിലേക്ക് മാറും. ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന ഓഡിയോ, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് 3 ലെവൽ നോയ്സ് ക്യാൻസലേഷനിലാണ്. എത്രത്തോളം നോയ്സ് കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഓഡിയോ എത്രത്തോളം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ട് നോക്കിയതിന് ശേഷം തന്നെ മനസ്സിലാക്കുക. മറ്റൊരു മോഡെന്ന് പറഞ്ഞാൽ റിവേർബ് എന്ന് പറയുന്നൊരു മോഡുണ്ട്. അതായത് നമുക്ക് കൃത്യമായിട്ടും ഒരു സിംഗേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു എഫക്റ്റോടുകൂടി നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ റിവേർബ് എന്ന് പറയുന്ന മോഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത ഈ നോയ്സ് ക്യാൻസലേഷനൊക്കെ ഓൺ ചെയ്ത് ആ സെയിം ബട്ടണിൽ തന്നെ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ റിവേർബ് എന്ന് പറഞ്ഞൊരു മോഡ് ഓൺ ആവും. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന കേൾക്കാൻ തന്നെ മനസ്സിലാവും. ഒരു എഫക്റ്റോട് കൂടിയാണ് സംസാരിക്കുന്നത്, റിവേർബ് എഫക്റ്റോട് കൂടിയാണ് സംസാരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഈ റിവേർബ് എഫക്റ്റോട് കൂടി സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ പാട്ട് പാടുമ്പോഴൊക്കെ ആയിരിക്കും കൂടുതലും ഇത് ഉപയോഗം വരുന്നത്. അല്ലെങ്കിൽ ഒരു പാട്ടുകാരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ ഉപയോഗം വരുന്നത്. പിന്നെ ഈ ബട്ടണിൽ വീണ്ടും 2 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോർമൽ മോഡിലേക്ക് തന്നെ വരും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ പഴയ 3 ലെവൽ നോയ്സ് റിഡക്ഷനിലേക്ക് തന്നെ നമ്മൾ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന ഓഡിയോ എന്ന് പറഞ്ഞാൽ 3 ലെവൽ നോയ്സ് ക്യാൻസലേഷൻ മോഡിലാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപയ്ക്കാണ് ഞാൻ ഈ മൈക്രോഫോൺ വാങ്ങിയിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നുമാണ് വാങ്ങിയത്. അപ്പോൾ നമുക്കറിയാം നല്ലൊരു മൈക്രോഫോൺ വാങ്ങണമെങ്കിൽ 12,000 രൂപ മുകളിലേക്കൊക്കെയാണ് ഓരോ മൈക്രോഫോണിൻ്റെയും റേറ്റ് വരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 2000 രൂപ ബഡ്ജറ്റിൽ ഇതിൽ എത്രത്തോളം ക്വാളിറ്റി കിട്ടുന്നുണ്ട്, എത്രത്തോളം മൈക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ കണ്ടു നോക്കിയതിന് ശേഷം മാത്രം തീരുമാനിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രത്തോളം കിട്ടും, അതായത് മൈക്ക് കട്ടാവാതെ എത്രത്തോളം കിട്ടുമെന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ കുറച്ച് ദൂരത്തോട്ട് ഒരു 50 മീറ്റർ അടുത്തുണ്ട്. അത്ര ദൂരത്തേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എത്രത്തോളം ഓഡിയോ കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ തിരിഞ്ഞാണ് നടന്നു പോകുന്നത്. ഞാൻ സംസാരിക്കുന്ന ഓഡിയോയിൽ എന്തെങ്കിലും കട്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു 50 മീറ്ററോളം ദൂരെയാണ്. അപ്പോൾ അത് എത്രത്തോളം ഓഡിയോ ഇതിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ പറയാം. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഡിയോ കട്ടാവുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം എൻ്റെ ഏകദേശം ഓഡിയോയൊക്കെയാണ് വരുന്നത്.
ഓഡിയോ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. പിന്നെ ഇതിന് പ്രധാന മറ്റൊരു ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് എമർജൻസി ആയിട്ട് നമുക്കിത് മ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ടോപ്പിൽ കാണുന്ന ഈ ബട്ടണിൽ നമ്മൾ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, രണ്ടാമതൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് അൺമ്യൂട്ട് ആവും. അപ്പോൾ അതായത് പെട്ടെന്ന് നമുക്ക് എമർജൻസി ആയിട്ട് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ടോപ്പിലെ ബട്ടണിൽ ഒരു തവണ പ്രസ് ചെയ്താൽ മതി, മ്യൂട്ട് ആവും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺമ്യൂട്ട് ആവും. അതുപോലെ തന്നെ ഈ ടോപ്പിലെ ബട്ടൺ നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത്, അതായത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കേട്ടതിന് ശേഷം മാത്രമേ തീരുമാനം എടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ, സി യു.